രേഖ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വെള്ളയപ്പമാണ്. അതിനുവേണ്ടി ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയ ശേഷം 6 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങാവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് തേങ്ങാവെള്ളം ഒഴിച്ച് 3 ടീസ്പൂൺ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം. കൂടുതൽ മധുരം വേണമെങ്കിൽ 3 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ മാവ് ചൂടാകുന്നുണ്ടെങ്കിൽ 1-2 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് അരച്ചെടുക്കുക. അപ്പോൾ മാവ് ഒട്ടും ചൂടാവുകയില്ല. മാവ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങ, അധികം വിളയാത്ത തേങ്ങയാണ് ഉപയോഗിക്കേണ്ടത്. വിളഞ്ഞ തേങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര സോഫ്റ്റ് ആകില്ല. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി അത് മാവിലേക്ക് ചേർത്ത് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന മാവിലേക്ക് ചേർക്കുക. ഇനി 1 ടീസ്പൂൺ ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചതും, 1 വെളുത്തുള്ളി അതും ചതച്ചതും ചേർത്ത് മാവ് നന്നായിട്ട് ഇളക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർക്കുക. എന്നിട്ട് മാവ് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് നമ്മൾ പൊങ്ങാൻ വേണ്ടി വെക്കുകയാണ്. 4 മുതൽ 5 മണിക്കൂർ ആകുമ്പോഴത്തേക്കും മാവ് നന്നായിട്ട് പൊങ്ങും. മാവ് ഇത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് ഞാൻ അടുപ്പത്ത് വെച്ചു. എണ്ണ സ്പ്രെഡ് ചെയ്ത് ദോശക്കല്ല് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ചെറിയതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വെള്ളയപ്പം എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു ദോശക്കല്ലിൽ തന്നെ 3 അപ്പം ഒരേ സമയം ചുട്ടെടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുന്നു. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ, ഒത്തിരി കൂട്ടി വയ്ക്കേണ്ട. എന്നിട്ടൊന്ന് മറിച്ചിട്ടും കൊടുക്കുകയാണ്. വീണ്ടും ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. താങ്ക് യു.